ഹായ്, എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള അടിപൊളി ഒരു പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, എന്തായാലും എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനതിനായിട്ട് 1/3 കപ്പാണ് എടുത്തിരിക്കുന്നത് നുറുക്ക് ഗോതമ്പ്. അതൊന്ന് 1 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്, നന്നായിട്ട് കുതിരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ വെള്ളമൊക്കെ ഊറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പം ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചും കൂടി എടുക്കണം. ഇപ്പോൾ വളരെ തിക്കായിട്ടിരിക്കുന്നതുകൊണ്ട് കുറച്ചായിട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം കൂടി പോകാൻ പാടില്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു അളവ് കാണിച്ചു തരാം. ഞാനിത് ഒരു അളവ് കപ്പിലേക്ക് ഒഴിക്കുകയാണ്. ഇത് 250 ml കപ്പാണ്. അതിലൊരു 1/4 കപ്പോളം വന്നിട്ടുണ്ട്. അത്രയാണ് നമ്മുടെ നുറുക്ക് ഗോതമ്പിൻ്റെ ആ മിക്സ് ഉള്ളത്. അതിനൊരു പാനിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റിലെ പാലാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയൊക്കെ അവരവരുടെ മധുരത്തിനനുസരിച്ച് ചേർക്കണം കേട്ടോ. ബട്ടർ സ്കോച്ച് പുഡിംഗ് ആയതുകൊണ്ട് ഞാനിവിടെ കുറച്ച് യെല്ലോ കളറും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കളർ താല്പര്യം ഇല്ലെങ്കിൽ ചേർക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറൽ കളേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഗ്യാസിലോട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം നന്നായിട്ടിത് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ നുറുക്ക് ഗോതമ്പൊക്കെ ചേർത്തത് കൊണ്ട് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിത് ഫുൾ ടൈം ഇളക്കിയിട്ടിരിക്കണം. ഇത് നന്നായിട്ട് തിളയ്ക്കുന്നിടം വരെയാണ് ഇതൊന്ന് ഇളക്കേണ്ടത്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് കുറുകിയും കൂടെ വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ്. അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ ഈ ബട്ടർ സ്കോച്ചിൻ്റെ നല്ലൊരു രുചി കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു എസൻസ് 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ വാനില എസൻസ് ചേർക്കുക, ഉണ്ടെങ്കിൽ ഇത് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചേക്കുക. ഇതിൻ്റെ വേറൊരു ചീനിച്ചട്ടിയിലോട്ട് ഞാനിവിടെ 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് പഞ്ചസാര എല്ലാം അലിയുന്നിടം വരെയാണ് നമ്മളിതൊന്ന് ചെയ്തെടുക്കേണ്ടത്. അതുവരെ ഒന്ന് നമ്മൾ ചെറു തീയിലിട്ടിട്ട് ഇതൊന്ന് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് പഞ്ചസാരയൊക്കെ അലുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ നേരത്തെ കുറുക്കി എടുത്തിട്ടുള്ള നുറുക്ക് ഗോതമ്പിൻ്റെ ആ മിക്സാണ്. അതും ഒരു 2.5 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബട്ടർ സ്കോച്ച് എസൻസ് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒത്തിരി സമയം മുന്നേ തയ്യാറാക്കി വെക്കരുത്. ഇത് നമ്മൾ അപ്പം തന്നെ നമ്മളിത് പാത്രത്തിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ കുറച്ചൊന്ന് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സോസ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പാത്രത്തിൻ്റെ അടിഭാഗത്തേക്ക് നമുക്ക് ഈ കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഒഴിക്കുന്നില്ല. അപ്പോൾ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ താഴ്ഭാഗത്തേക്ക് നമ്മൾ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതും ചൂടോട് കൂടി തന്നെയാണ് ഒഴിക്കേണ്ടത്. തണുത്ത് കഴിഞ്ഞത് കുറച്ചൊന്ന് സെറ്റാകും. അപ്പോൾ ആ ചൂടോട് കൂടി തന്നെ വേണം നമ്മളിത് പാത്രത്തിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ആ കാരമൽ സോസ് കുറച്ച് മുകളിലേക്ക് അവരവരുടെ ഐഡിയ അനുസരിച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് വറുത്തിട്ടുള്ള ബദാമും കൂടെ ഒന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബദാം വേണമെങ്കിൽ നിങ്ങൾക്ക് കാരമലൈസ് ചെയ്തിട്ടുള്ള അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഒത്തിരി പഞ്ചസാര ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വെറുതെ ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ അവരുടെ ഇഷ്ടത്തിന് ചെയ്യുക. അപ്പോൾ ഞാനിത് 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇത് പാത്രത്തിലോട്ട് മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ പരിപാടി. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള നല്ലൊരു പുഡിങ്ങാണ്. ഇതിൽ നുറുക്ക് ഗോതമ്പിൻ്റെ ടേസ്റ്റേ വരുന്നില്ല. ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.